സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്മിയായിട്ട് വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം. ഞാൻ കുറേ നാളായി ഇവളുടെ വീഡിയോ വന്നിട്ട്, കുറേ നാളായിക്കാണ് നിങ്ങൾ എന്നെ കണ്ടിട്ട് അല്ലേ? അതെ, ഇപ്പൊ എന്റെ വ്യൂവേഴ്സ് ഞങ്ങൾ രണ്ടുപേരും വിയർത്ത് കുളിച്ച് ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഒരു തവണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാനിങ്ങനെ ഓവറായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ വളവള സംസാരിക്കുമായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ചില പർട്ടിക്കുലർ ടോപ്പിക്ക് പറയുമ്പോണ്ടല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടോപ്പിക്ക്. ഈ ഒരു ഇപ്പൊ പറയാൻ ടോപ്പിക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് എന്നല്ല, എനിക്ക് ഒത്തിരി പറയാനുണ്ട്. എനിക്ക് 10 പറയാനുണ്ട് നമ്മുടെ ഗ്ലാമി ഗംഗ പറയുന്ന പോലെ. സോ ഗ്ലാമി ഗംഗയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഇന്നലെ കണ്ട വീഡിയോ. ഇന്ന് അമ്മീനെ അഭിനയിക്കുന്നത് നമ്മൾ അതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഇത് അമ്മി ചുമ്മാ അഭിനയിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ ഇല്ല, ഇത് ചുമ്മാ പറയുന്നത്. ഓൾറെഡി അമ്മിക്ക് അറിയാം നമ്മളിപ്പോ ഗ്ലാമി ഗംഗയുടെ വീഡിയോനകത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മള് പോയിന്റ് ഓഫ് വ്യൂ പറയാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അമ്മ എനിക്ക് നാടകം പൊളിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്ലാമി ഗംഗ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്യാപ്ഷൻ? അവസാനം അത് വേണ്ടി വന്നു, ട്രോമറ്റൈസ്ഡ്, ഡിപ്രഷൻ, ആൻസൈറ്റി. അങ്ങനെ അതിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഉണ്ട്. എന്തായിരുന്നു? ഫേക്ക് ഫ്രണ്ട്സ്. എനിക്കില്ലാത്തത്. എനിക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, കൂടുതലും കുറെ ഫേക്ക് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ടേ പറയാറുണ്ടായിരുന്നു, ഈ ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഈ ഒരൊറ്റ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അതൊന്നും വേണ്ട, എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് കേൾക്കത്തില്ല. അല്ല, നമുക്ക് അത് അങ്ങനെ ആ ഒരു ടേം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. പോയിട്ട് നമ്മൾ ഈ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് ഓരോ സാധനം, നല്ല സാധനം, ഇപ്പം ഓക്കെ ഷോപ്പിംഗ് മോളിന്റെ കാര്യം പറഞ്ഞില്ല, പച്ചക്കറി കടയിൽ പോയിട്ട് ഈ തക്കാളി വാങ്ങിക്കുന്ന പഴുത്ത തക്കാളി വേണോ ചീഞ്ഞ തക്കാളി വേണോ എന്നൊന്നും വാങ്ങിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഫ്രണ്ട്സിനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. അത് ശരിയാ. നമ്മള് കൂടുതലായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഓവർ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫേക്ക് ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതല്ലാതെ അപ്പം ആ ഫ്രണ്ട്സ് ഫേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡിപ്രസ്ഡ് ആയത് അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഞാനത് റിയലൈസ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ നമുക്ക് വീഡിയോ കൂടുതൽ നീട്ടണ്ട. നമുക്ക് ഈ ഗ്ലാമി ഗംഗ കഴിഞ്ഞ ദിവസം, എനിക്ക് ഗ്ലാമി ഗംഗയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗ്ലാമി ഗംഗനെ അറിയാവുന്നതാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ഞാനും ഗ്ലാമി ഗംഗയും ഒരേ സമയത്തൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഗ്ലാമി ഗംഗ അവിടെയും ഞാൻ ഇവിടെയും ഇപ്പോഴും നിൽക്കുന്നു. ഞാൻ കുറേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, ബ്രേക്ക് എടുത്തു. ഞാൻ അത്ര ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. ഗ്ലാമി ഗംഗ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, നല്ല രീതിയിൽ ആളുടെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ പല ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആളിങ്ങനെ ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഫ്ലവേഴ്സിൽ എന്തോ ഒരു പ്രോഗ്രാമിൽ ഫ്ലവേഴ്സ് ആണോ എനിക്കറിയില്ല, ഏതൊരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ആളെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. നല്ല രീതിയിലാണ് വീഡിയോ മാനേജ് ചെയ്ത് പോകുന്നത്. വീഡിയോയുടെ പ്രസൻറ്റേഷനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിന് ശേഷം ആ സ്റ്റോറി കണ്ടതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇവിടെ ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര വിയർത്ത് കുളിക്കുന്നു, പിന്നെ വിയർത്ത് വീണ്ടും കുളിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പം ഗ്ലാമി ഗംഗ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെയാണ് എൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഈ വീഡിയോ നോക്കിയത് ഗ്ലാമി ഗംഗ ഫേക്ക് ഫ്രണ്ട്സിനെ പറ്റി പറയുന്നത് കണ്ടോ, നമുക്കൊരു കാര്യം ചെയ്തല്ലേ, ഇത് ഈ ഒരു വീഡിയോയിൽ ആ ഒരു പാട്ട് മാത്രം വെച്ചിട്ട് വേറെ കുറേ കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ട്രോമയുടെ കാര്യം, പിന്നെ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഇഷ്യൂസിൻ്റെ കാര്യം. ഞാൻ അങ്ങനത്തെ ടോപ്പിക്കുമായിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നുമില്ല സംസാരിക്കാൻ. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരുപാട് നോളജുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഫേക്ക് ഫ്രണ്ട്സ്. അപ്പം ആളുടെ ഒരു ഫേക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തെ പറ്റി ആൾ കുറച്ച് ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, ഞങ്ങളുടെ POV എന്താണെന്നുള്ള കാര്യം പറയാം. വയ്ക്കട്ടെ. എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അയാളെ ജഡ്ജ് ചെയ്യാൻ പോകില്ല. അയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, അയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിരുന്നു. പക്ഷേ ഞാനൊരു എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതിന് എനിക്ക് ഒരു രണ്ട് പുതിയ എനിക്ക് അങ്ങനെ ഫീമെയിൽ ഫ്രണ്ട്സ് വരാത്തില്ല. പക്ഷേ ഞാനൊരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരുന്നപ്പോൾ എനിക്ക് എഗെയിൻ കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നു. പക്ഷേ അതും എനിക്ക് ഭയങ്കര വിഷമം വെച്ചാൽ എനിക്ക് മലയാളത്തിൽ അത് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന, നോണ പ്രചരിപ്പിക്കുന്ന, ഭയങ്കരമായിട്ട് ഗോസിപ്പ് ഇളർക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ
പെട്ടു മീൻസ് ഞാൻ കുറച്ച് 2-3 ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ടോ ഇവരിങ്ങനെയല്ല, ഇവർ എന്നെ പോലെയാണല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവർ ഇങ്ങനെ ജനുവിൻ നടക്കും. പക്ഷേ ഭയങ്കരമായിട്ട് തുണരുന്ന ഒരാൾക്കാർ. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം ഞാൻ കണ്ടത് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ അവരെ ഗ്രൂപ്പിലോട്ട് പോകുന്നതിന് മുമ്പേ എനിക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് എനിക്കൊരു ഇതുണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഫ്രണ്ടിൻ്റെ എനിക്കൊരു ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ എനിക്കൊരു മെയിൽ ഫ്രണ്ടിൻ്റെ എനിക്കൊരു പുള്ളിക്കാരൻ ടോട്ടലി ഫേക്ക് ആണെന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നാൽ എൻ്റെ സർക്കിൾ ഭയങ്കര കുഞ്ഞു സർക്കിളാണ്. അമ്മ, അനിയത്തി, പൂച്ചകൾ, എൻ്റെ കസിൻസ്, പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു മോൾ പറ്റി അവള്, പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു സർക്കിളാണ്. ആ കുഞ്ഞു സർക്കിളിൽ ഓരോ ആൾക്കാരെയും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചിരുന്നത്. ഓക്കെ എനിക്ക് പണിയാവരുതെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് പലരും. വൈബ് സെറ്റായി തന്നെ വരുന്നതാണ്. പക്ഷേ വന്ന ആളും ഫേക്ക് ആണെന്ന് ഇപ്പം ഓക്കെ ടോട്ടലി ആൻഡ് ആവും. എഗെയിൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഗ്രൂപ്പിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴും പണി കിട്ടി. പിന്നെ അതുകൂടെ ഞാൻ പുതുതായിട്ട് ലൈഫിലോട്ട് വരുന്ന ആൾക്കാരെ ഒരു അകലം പാലിച്ച് ഞാൻ നിർത്തിയിട്ടുള്ളൂ. ആര് വന്നാലും ഒരു കൈകരത്തിൽ. അപ്പോൾ ഇതാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൾക്ക് ഓൾറെഡി ഒരു ട്രോമ ഉണ്ടല്ലേ, അച്ഛൻ്റെ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് അതിന് 100% അറിയില്ല എന്താ കാര്യം എന്നുള്ളത്, ഞാൻ ഓർക്കുന്നില്ല. പണ്ട് അവള് പറയുന്നുണ്ട് അമ്മ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് അവൾക്കൊരു പേടിയുണ്ട്. എന്നുവെച്ചാൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആൾക്ക്. അപ്പൊ പെട്ടെന്ന് ഒരു ഫ്രണ്ട്സ് വന്നിട്ട് അവർ പെട്ടെന്ന് ഫേക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തായാലും ട്രോമറ്റൈസ്ഡ് ആവും. അത് പെട്ടെന്നായിരിക്കും ആവുന്നത്. ഇപ്പം ഗ്ലാമി ഗംഗയുടെ ലൈഫുമായിട്ട് എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അവരുടെ ലൈഫിൽ ഉണ്ടായ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വേറെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും സിംഗിൾ പാരൻ്റ് ആണ്. പക്ഷേ ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ വരെ അച്ചി ഉണ്ടായിരുന്നു. എന്നാൽ അച്ചി നാട്ടിലില്ലായിരുന്നു, അച്ചിക്ക് പുറത്തായിരുന്നു അച്ചി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാൻ ഒന്നാമത് ഇപ്പം അമ്മയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമ്മയ്ക്കൊരു ഫേക്ക് ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, അമ്മ തീർച്ചയായിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ ആരും ഫേക്ക് ഫ്രണ്ട്സ് അല്ലെന്നേ പറയത്തുള്ളൂ. അങ്ങനല്ലേ അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഒരാൾ മാത്രമായിട്ട് ഉണ്ടായിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ ഡസൻ കെയർ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ ഈ ഫേക്ക് ഫ്രണ്ട്സ് എന്ന സംഭവമേ അവർ അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം അവരാർക്കും ഓവറായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കാര്യം ചെയ്യത്തില്ല, പ്രതീക്ഷിക്കാറില്ല, ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു ഫേക്ക് ഫ്രണ്ട്സ് സംഭവം ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലെ ഓവറായിട്ട് എനിക്ക് വീട്ടുകാരെക്കാളും കുറച്ചുകൂടി കാര്യം ഫ്രണ്ട്സിനെ ആയിരുന്നു തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്നൊന്നും കേൾക്കത്തൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് വേറൊരു കാര്യം. +2 വരെ അമ്മീനെ പേടിയാതിന്റെ കാരണം ഇതാണ്, എനിക്കൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാഹചര്യം അതായിരുന്നു. പിന്നെ ഒരു തെറ്റ് ചെയ്തു. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒന്ന് പഠിപ്പിച്ചു പോയി. 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. അല്ല, എനിക്ക് ടീച്ചറിന്റെ സമയത്തുള്ള ആ ഒരു പേടി, അങ്ങനത്തെ ടീച്ചറിനോടുള്ള പേടി അങ്ങനൊന്നും ആയിരുന്നില്ല. അതല്ലാതെ എനിക്കല്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ നമുക്ക് എന്താ ഒരു ഫ്രണ്ട്സിനോട് പറയുന്ന രീതിയിലുള്ള അത്ര ഓപ്പൺ മൈൻഡഡ് ആയിരുന്നില്ല. പിന്നെ അമ്മിക്കെന്ന് പറയുമ്പോൾ അവര് 3 പേരായിരുന്നു. എന്താണ്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. ഇവര് 3 പേരുമായിരുന്നു. അമ്മുമ്മ എന്ന് പറയുമ്പോൾ അമ്മയെ പോലെയല്ല, കുറച്ചുകൂടി ലിബറലായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ വെക്കേഷൻ അമ്മമ്മയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒക്കെ ആണെങ്കിലും അമ്മീനേക്കാളും ഞാൻ കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് അമ്മമ്മയുടെ അടുത്താണ്. അമ്മമ്മ ഇപ്പം ഇല്ല. അപ്പോൾ അമ്മമ്മയുടെ അടുത്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണമെന്നൊന്നും കാണത്തില്ല. അമ്മി ആർക്കും അത്ര ഓവറായിട്ട്, അമ്മി കുറച്ചൊരു സെൽഫിഷ് ടൈപ്പാണ് കേട്ടോ. സെൽഫിഷ് ഗേളാണ് അമ്മി. അങ്ങനെ സ്വന്തം കാര്യം നോക്കിയിട്ട് അമ്മി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ. അത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഞാനങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കാര്യം ഞാൻ ആദ്യം നോക്കണമായിരുന്നു, എനിക്കാദ്യം ഞാൻ പ്രിഫറൻസ് കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് ഫലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാരും പറയും എനിക്ക് നല്ല തൻ്റെ ഉണ്ട്, എല്ലാം കഴിവുണ്ട്. ഒരു സിംഗിൾ മദർ എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന തൻ്റെ ഇടം അതൊരു വേറൊരു സിംഗിൾ മദറിനോ അല്ലെങ്കിൽ സിംഗിൾ മദറിന്റെ ഡോട്ടറിനോ സണ്ണിനോ ഒക്കെ അവർക്ക് മനസ്സിലാകും. ഇപ്പൊ എല്ലാവരും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ, ജോലിയുണ്ട്, പിന്നെ തൻ്റെ ഇടമുണ്ട്, അത് കഴിയാണ്ട്. പക്ഷെ ഈ തൻ്റെ ഇടം ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ പുറകില്ല. നമ്മൾ ചെയ്തേ പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഫ്രണ്ട്സിന്റെ കാര്യം ഇപ്പം പറഞ്ഞത് അമ്മ ഫ്രണ്ട്സിന്റെ കാര്യമല്ല പറഞ്ഞത്, അതല്ലാതെ പൊതുവെ ജീവിതത്തിൽ
പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ കേസിൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഫേക്ക് ഫ്രണ്ട്സിന്റെ കാര്യമല്ല സംസാരിക്കുന്നത്. അപ്പം അതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അമ്മയുടെ സാഹചര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും സ്റ്റിൽ കോൺടാക്ട് ഉള്ള ആൾക്കാരുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഇവരെപ്പോഴും പോകും. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അവർ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അവർക്ക് അവരുടെ ലൈഫ് എല്ലാത്തിനും ഓരോരോ ബൗണ്ടറീസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ഒറ്റ മോളായിരുന്നു, എനിക്ക് സിബ്ലിങ്സ് ഉണ്ടായിരുന്നില്ല, പിന്നെ അമ്മീനെ എനിക്ക് പേടിയുമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു നിധി കിട്ടുന്ന പോലെ ആയിരുന്നു എനിക്ക്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എപ്പോഴും ഭയങ്കര പ്രിഷ്യസ് ആയിട്ടായിരിക്കും കൊണ്ടു നടക്കുന്നത്, ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോസസീവ് ആയിരിക്കും ഞാൻ. അതെൻ്റെ തെറ്റാണ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. നമ്മളങ്ങനെ ഓവറായിട്ട് പോസസീവ് ആവാൻ പാടില്ല. ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിലും റിലേഷൻ ആണെങ്കിലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അതെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ അവർക്ക് ഓവറായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഭയങ്കര കുറവാണ്, എൻ്റെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്, വളരെ കുറവാണ്. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിട്ടുപോയി കഴിയുവാണെങ്കിൽ അത് അവർക്ക് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അതല്ലാതെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ്. അതല്ലാതെ പണ്ടത്തെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇത്രയും ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എല്ലാവരുടെ പറയും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കൊന്ന് പറയാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കോളേജിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയും ഞങ്ങളിവിടെ പോയി, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയാണ്, അത്ര വലുതാണ്. അപ്പം അമ്മ പറയും അല്ല നീ എന്തിനാ ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, നീ എന്തിനാ ഇത്ര ഓവർ എക്സൈറ്റഡ് ആവുന്നത്, അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും അമ്മയുടെ അടുത്ത് പറയാം അതങ്ങനൊന്നും അല്ല, അത് ഫ്രണ്ട്സിൻ്റെ ഇതാണ്. സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി, അപ്പോൾ അധികം നാളൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യർ നമ്മുടെ കൂടെ നിൽക്കത്തില്ല എന്നുള്ള സംഭവം, ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ നിൽക്കണം, അവർ നിന്നില്ലായിരുന്നു എന്നുള്ള തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, അവരെൻ്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു. അത് എൻ്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു ഫേക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കൂടെ പ്രശ്നം അവിടെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു, അതാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ഇപ്പൊ കുറച്ചാളെ ഒരു കോളേജ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കാണ് അമ്മയോട് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്പൊ മനസ്സിലായി. അന്നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഈ വിളി കിടത്തി പറയുന്നു ഇവളുടെ കൂടെ ഇവളീ +2 എന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പ് എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചറിയാം, ഞാൻ അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഞാൻ പെരുമാറുന്നത്. എല്ലാ കാര്യങ്ങളും അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത്, എൻ്റെ മകൾ ഒഴിച്ച് ആ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും പറയുമായിരുന്നു. അവൾ എന്താ മനസ്സിലാക്കിയില്ലായിരുന്നു, ഇപ്പൊ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഫേക്ക് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്റെ കുറ്റമാണ് പറയുന്നത്, സത്യമാണ് പറയുന്നത്. നമ്മൾ വഴിയിൽ നിന്നും ഞാനിപ്പോ ഈ ഒരു വീഡിയോ ഇരുന്നിട്ട് ഞാൻ ഇതുവരെ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയാനല്ല ഉദ്ദേശിക്കുന്നത്, എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇപ്പോഴും ഒറ്റപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഇങ്ങനെ തേപ്പ് തരാൻ, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നും തേപ്പ് കിട്ടാറുണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് തേപ്പും ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ കുറ്റം പറയുന്നില്ല, സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും എന്നെ പറ്റിക്കണം, പക്ഷെ ഒരിക്കലും അവർ സ്വന്തം എന്നെയും കുറ്റം പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്റെ സാഹചര്യം വളരെ മോശമായിരുന്നു ആ സമയത്ത്. ഇപ്പൊ എന്റെ മോളെ എനിക്ക് അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവളോട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആവാനോ എനിക്ക് പറ്റിയില്ല. അച്ഛക്ക് എന്റെ അച്ഛന് വയ്യാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ അമ്മ കൂടുതൽ അച്ഛയായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരെപ്പോഴും ഹോസ്പിറ്റൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കുണ്ടായിരിക്കുന്ന ട്രോമ, എനിക്കുണ്ടായിട്ടുള്ള ലോൺലിനെസ്, അതൊന്നും അമ്മയ്ക്ക് മനസ്സിലാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കുറ്റമല്ല, അമ്മയ്ക്ക് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെ ആയിരിക്കും. പക്ഷേ ആ സമയത്ത് ഞാൻ കൂടുതലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സ്വഭാവം, എനിക്ക് ഉള്ളിനുള്ളിൽ വിഷമമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പുറത്ത് കാണിക്കാറില്ല. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും എൻജോയ് ചെയ്ത് നടക്കും, എപ്പോഴും തമാശ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിനെ ഞാൻ കാരണം സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര തമാശ പറഞ്ഞു നടക്കും, ഇതാണ് ലാസ്റ്റ് നമുക്ക് മനസ്സിലായി നമ്മളിങ്ങനെ തമാശ പറഞ്ഞു നടക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് നമ്മളോടൊരു കൺസിഡറേഷൻ ഒന്നും ഇല്ല എന്നുള്ളതും കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അവർ പ്രയോറിറ്റി തരുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അവരോരോ കാരണങ്ങൾ പറയും. ഇത് കാരണമാണ്, എനിക്ക് ഈ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് നിന്റെ ഈ കാര്യത്തിന് വരാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത്, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഓക്കെ. അങ്ങനെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, ഞാൻ സംസാരിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം ആ ടൈമിൽ ഞാൻ കുറച്ചുകൂടെ റിയലൈസ് ചെയ്ത് നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമുക്കൊരാളെ പ്രയോറിറ്റി തരുന്നില്ല, ആ തരാത്തതിന് അവരെന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും സത്യമല്ല, അതൊക്കെ അവരുടെ കുറേ എക്സ്ക്യൂസസ് മാത്രമാണ്. നമുക്ക് അവർ പ്രയോറിറ്റി തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് അവരത് നമുക്ക് തന്നിരിക്കും, അല്ലാതെ ബാക്കിയുള്ളതൊക്കെ എക്സ്ക്യൂസസ് ആണ്. അപ്പം അതൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം അങ്ങനെ എക്സ്ക്യൂസസ് തരുന്ന ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അവിടുന്ന് പതിയെ മാറുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എന്ന് പറഞ്ഞിട്ട് അവരുടെ ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ലൊരു രീതിയിൽ ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാവുന്നതാണ് അല്ലേ. പിന്നെ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര നാൾ ആയിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിലൊരു മാറ്റർ ഇല്ല കേട്ടോ. മാറ്റർ ഉണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മേഘ. ഞാൻ തമ്മിൽ കുറേ 10-15 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഞങ്ങളുടെ ഇടയിൽ അത്ര ഇയേഴ്സ് ആയി എന്നുള്ളതിലല്ല, അത്ര ഇയേഴ്സ് ഞങ്ങൾ പരിചയം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി ബോണ്ടായത് ഈ പറയുന്ന പോലെ +2 ആ ടൈമിലാണ് ബോണ്ടായത്. അപ്പം അതിലെന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവണം. ഇപ്പം ആ ഒരു നമുക്ക് എത്രത്തോളം നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിലൊരു കാര്യമില്ല. അപ്പം ചിലർക്ക് കുറേ നാളുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കും എന്തെങ്കിലും ഒരു തേപ്പ് വന്നിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ചിന്തിക്കുന്നത് അത്രയും നാൾ നമ്മുടെ കൂടെ നിന്നിട്ട് അവളിങ്ങനെ പണി തന്നല്ലോ, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർക്കൊരു ബോണ്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരോടൊരു ബോണ്ട് വരണമെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരേ വൈബ് ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോയടുത്ത് HR അവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നൈസായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ വൈബിനുണ്ടായിരുന്ന ആൾ അവിടുത്തെ ഞാൻ വർക്ക് ചെയ്തെടുത്ത HR ആയിരുന്നു മുഫീദ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുഫീദേനെ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ മുഫീദേനെ എന്തായാലും ഉൾപ്പെടുത്തും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. മലപ്പുറത്ത് വർക്ക് ചെയ്തപ്പോൾ കാരണം എൻ്റെ സെയിം വൈബാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്യുവർ സോൾ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലത്തെ എനിക്ക് മുഫീദിനെ പറ്റി പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇതാവും. അവളിപ്പോൾ ഇല്ല കേട്ടോ UAE. മുഫീദയ്ക്ക് ഞാൻ അയച്ചു തരാം. മുഫീദ കമന്റ് ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും ഞാൻ. മുഫീദിനെ പറ്റി എനിക്ക് സനിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ സിസ്റ്ററിനെ പോലെ കാണുന്ന ഒരാളാണ് സനി. പിന്നെ അനുട്ടി, അബ്രു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാനിങ്ങനെ പേരെടുത്ത് ആദ്യമേ പറയുന്നത് ഞാൻ പറഞ്ഞതാണ്, കാരണം ആരെങ്കിലും വിട്ടു. അപ്പം ഞങ്ങൾ കുറേ നേരമായിട്ട് ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾക്ക് ചൂടെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി കിടന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേനെ. അപ്പോൾ ഞങ്ങളിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഗ്ലാമികയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, ഈ ഒരു ഫേക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ പറയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നിയതല്ലേ. അപ്പം വളരെ ചൂടായതുകൊണ്ടും നിങ്ങളെ ഒട്ടും നിങ്ങൾ ഇനിയും പറഞ്ഞ് നിങ്ങളെ ഞാനിട്ട ഫൗണ്ടേഷൻ ഒന്നും ഇല്ല, എൻ്റെ ഫേസിൽ ഇല്ല. മുഖം കറുത്തിരിക്കണം, ക്ഷമിക്കണം, ഇതിന് വെളുത്തതായിരുന്നു. ആ വെളുത്തിൽ കറുത്തൊന്നും പറയാൻ പാടില്ല. സോറി ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഞാൻ ആ പ്രസ്താവന തിരിച്ചെടുത്തു. അമ്മി ഏറിപ്പോവും. അങ്ങനെ ഏറിപ്പോവും. അത് ശരിയാ, വെളുപ്പല്ല, ഞാൻ കറുത്തു. ഒന്നാമത് പൗഡർ കൂടി ഇട്ടു ഡള്ളായിപ്പോയി എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ വെളുപ്പ് കറുപ്പെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അതിന്റെ പേരിൽ ഇനി അമ്മിനെ റോക്കറ്റ് ഇട്ട് എനിക്ക് വയ്യനി പോയി വിളിച്ചോണ്ട് വരാൻ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. നമ്മളിപ്പോൾ ഫേക്ക് ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ളതൊക്കെ നല്ലതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മുടെ മിടുക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ട്രോമാസ് ഉണ്ട്, അല്ലെങ്കിൽ ലോൺലിനെസ് ഉണ്ട്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പിന്നെ നമ്മളൊരിക്കലും ഫേക്ക് ഫ്രണ്ട് ആവരുത്. അതെ, നമ്മൾ ഒരിക്കലും ഒരു ഫേക്ക് ഫ്രണ്ട് നമുക്കറിയാമല്ലോ ഈ ഫേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ 10 സെക്കൻഡ് കൂടെ ഉള്ളത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഓഫ് ആയിപ്പോൾ. അതുകൊണ്ട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.